വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ഫസ്റ്റ് ഇയർ മോഡ്യൂൾ 6-ൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, 135-ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ടേം യു കാൾഡ് ഫോർ 3 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ? അല്ലേ, ദി ടേം കാൾഡ് ഫോർ 3 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആണ്. ശരിയല്ലേ? കോയിഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ of a road if it is found to be 100 meter long at 20 degrees Celsius and 100.14 meter long at 100 degrees Celsius. Okay. What is the coefficient of linear expansion? Coefficient of linear expansion നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? ആൽഫ ആയിരുന്നു. Of a road if it is found to be 100 meter long at 20 degrees Celsius. അപ്പോൾ ആദ്യത്തെ ലെങ്ത് തന്നിട്ടുണ്ട്. L1 എന്ന് പറയുന്നത് 100 മീറ്റർ ആയിരുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ആൻഡ് അപ്പോൾ ഇത് ഹീറ്റ് ചെയ്തപ്പോൾ എന്തായി? 100.14 മീറ്റർ ലോങ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ലെങ്ത് കൂടി 100.14 മീറ്ററായി. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയപ്പോഴാണല്ലോ ലെങ്ത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആയി. നമ്മൾ കണ്ടുപിടിക്കേണ്ട കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ L2 മൈനസ് L1 എത്ര വരുന്നു? 100.14 മൈനസ് 100 ഡിവൈഡഡ് ബൈ L1 എത്രയാണ്? 100 ഇൻറ്റു T2 മൈനസ് T1. T2 100 മൈനസ് 20. നമുക്ക് നോക്കാം. 100.14 മൈനസ് 100 എന്ന് പറയുമ്പോൾ എത്ര വരുന്നു? 0.14 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 മൈനസ് 20 എന്ന് പറയുമ്പോൾ 8 വരും. അതായത് 0.14 ഡിവൈഡഡ് ബൈ 8 3 zeros. ശരിയല്ലേ? ഈ 0.14നെ നമ്മൾ എന്താക്കുന്നു? പോയിൻ്റ് മാറ്റും. എത്ര കൊടുക്കുന്നു? മുകളിലൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 14 ആയി. മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ 8000 ഇൻറ്റു 100 ഇത്രയായി അല്ലേ? അതായത് 14 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു ഈ സീറോസ് ഉള്ളത് നമ്മൾ മാറ്റി എഴുതി. 1 2 3 4 5 സീറോസ് 10⁵ എന്ന് എഴുതി. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 14 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് 1 ടൈംസ് 8 ബാലൻസ് 6. പോയിൻ്റ് കൊടുത്തു 0. എത്ര ടൈംസ് പോവും? 7 ടൈംസ് അല്ലേ? 56 ബാലൻസ് 4. 1.7. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 1.7 അടുത്ത ഡിജിറ്റൂടെ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 40 കൊടുക്കുന്നു. 40-ലാകുമ്പോൾ 5. 1.75. 1.75. ഓക്കെ, എല്ലാം 1.75 ആണ്. സോ ദ ആൻസർ ഈസ് 1.75 ഡിവൈഡഡ് ബൈ 10⁵. 10⁵ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്തായി? 1.75 ഇൻറ്റു 10⁻⁻5. 1.75 ഇൻറ്റു 10⁻⁻5. സോ ദ ഓപ്ഷൻ ബി. ഇത്രയും ഡിഗ്രി സെൽഷ്യസ്. ശരിയല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് കോൾഡ് ഫോർ ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ആണ്. എന്താണ്? സ്പെസിഫിക് ഹീറ്റ്. ഓപ്ഷൻ നമ്പർ സി. അതായത് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 യൂണിറ്റ് മാസ്, അതായത് 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ്. ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് റിക്വയർഡ്? ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് റിക്വയർഡ്? മാസ് ഈസ് ഈക്വൽ ടു 120 ലിറ്റർ. ടെമ്പറേച്ചർ T1 ഈസ് ഈക്വൽ ടു 20 ലിറ്റർ. T2 ഈസ് ഈക്വൽ ടു 85. എസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ഈസ് ഈക്വൽ ടു 4.2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് എന്തിലാണ് കണ്ടുപിടിക്കേണ്ടത്? കിലോ ജൂളിലാണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് എന്ന് പറയുന്നത് 120 ലിറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അതായത് 120 കിലോഗ്രാം. T1 എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ്. T2 എന്ന് പറയുന്നത് 85 ഡിഗ്രി സെൽഷ്യസ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് 4.2. നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? MS ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ T2 മൈനസ് T1. എത്ര വരുന്നു?
85 മൈനസ് 20, അതായത് എത്ര വരുന്നു? 65 എന്ന്. ശരിയല്ലേ? നമുക്ക് എത്ര കിട്ടി? 65 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ Q = M എത്രയാണ്? 120 ആണ്. എസ് 4.2, ഡെൽറ്റ ടി 65. ശരിയല്ലേ? ഈ 120-ലെ 0 ഉണ്ട്, അതായത് 120-ലെ 10 കൊണ്ട് 4.2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി? 42 ആയി. അപ്പോൾ 12 × 42 × 65. ഓക്കെ, ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 12 × 42 4284 504 അല്ലേ? 504 × 65 02 2 5 × 5 എന്താണ്? 25 24 2 2 5 × 6 30 0 6 7 2 3 32760 എന്ന് കിട്ടി. 32760 കിലോ ജൂൾ. കാര്യം മാസ് കിലോഗ്രാമിൽ ചെയ്തുകൊണ്ട് നമുക്ക് Q എത്ര കിട്ടി? 32760 കിലോ ജൂൾ എന്ന് കിട്ടി. ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 85.5 gram of sand from 20 degrees Celsius to 35 degrees Celsius. Specific heat of sand is 0.1. നമ്മൾ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ്, Q കണ്ടുപിടിക്കണം. റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 85.5 gram, മാസ് തന്നിട്ടുണ്ട് 85.5 gram, ഓഫ് സാൻഡ് ഫ്രം 20 degrees Celsius to 35 degrees Celsius. T1 20, T2 35. സോ ഡെൽറ്റ ടി = T2 മൈനസ് T1, അതായത് 35 - 20 എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസ്. സ്പെസിഫിക് ഹീറ്റ് എസ് എന്ന് പറയുന്നത് 0.1. Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എം എസ് ഡെൽറ്റ ടി. എം എത്രയാണ്? 85.5, എസ് എന്ന് പറയുന്നത് 0.1, ഡെൽറ്റ ടി എന്ന് പറയുന്നത് 15. ശരിയല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. 85.5 × 15, 5 × 15. ശരിയല്ലേ? 5 then 7 1 2 4. ഓക്കെ, then 5 5 8. അപ്പോൾ എത്ര വരുന്നു? 5 2 then 8 2 1. ഓക്കെ, ഇതിൽ നിന്ന് 0.5ൻ്റെ ഒരു ഡിജിറ്റ് മാറ്റി. ഇനി നമുക്ക് ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാലും വാല്യൂ എത്രയാണ്? ഇത് തന്നെയാണ്, പക്ഷേ ഇൻറ്റു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 0.1 ആണ്. സോ ഒരു പോയിൻ്റ് കൂടെ മാറ്റണം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 128.25 128.25 joule. So the answer is option number A. Next question. What is the specific heat of the material if we require 510 calorie to rise the temperature of 170 gram of material from 50 degrees to 80 degree? What is the specific heat? S ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓഫ് എ മെറ്റീരിയൽ ഇഫ് യു റിക്വയർ 510 calorie, Q തന്നിട്ടുണ്ട് 510 calorie. ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 170 gram, മാസ് തന്നിട്ടുണ്ട് 170 gram. ഫ്രം 50 degrees Celsius to 80 degree. T1 50, T2 80. സോ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ T2 മൈനസ് T1 എത്ര വരുന്നു? 30. ശരിയല്ലേ? നമുക്കറിയാവുന്ന ഇക്വേഷൻ Q = MS ഡെൽറ്റ ടി. Q എത്രയാണ്? 510. M എത്രയാണ്? 170. എസ് അറിയത്തില്ല. ഡെൽറ്റ ടി എത്രയാണ്? 30. ഓക്കെ, എസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ S = 510 ഡിവൈഡഡ് ബൈ, ഇതവിടെ കിടന്നോട്ടെ, ഇതെല്ലാം താഴെ വരുന്നു. അപ്പോൾ എത്ര വരുന്നു? 170 × 30. ഈ 0യും ക്യാൻസൽ ചെയ്തു. 51 ഡിവൈഡഡ് ബൈ 170 × 3,
17 ഗുണനം 3 21 2 3 4 5 51 അല്ലേ. സോ 51 ഡിവൈഡഡ് ബൈ 51 ഒരു 0 കൂടി 51 ഡിവൈഡഡ് ബൈ 510 51ഉം 51 കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ താഴെ 10 എന്ന് കിട്ടി അല്ലേ. 1/10 1/10 എന്ന് പറയുമ്പോൾ എത്രയാണ് 0.1. സ്പെസിഫിക് ഹീറ്റ് ഇവിടെ എത്രയാണ് 0.1. ഓപ്ഷൻ നമ്പർ എ ശരിയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 300 gram ഓഫ് കോപ്പർ. മാസ് തന്നിട്ടുണ്ട് 300 gram. സ്പെസിഫിക് ഹീറ്റ് എസ് തന്നിട്ടുണ്ട് 0.092 ഫ്രം 25 ഡിഗ്രി സെൽഷ്യസ് ടു 75 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. T1 25 ഡിഗ്രി സെൽഷ്യസ്, T2 75 ഡിഗ്രി സെൽഷ്യസ്. സോ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു T2 മൈനസ് T1. 75 25 കുറച്ചാൽ എത്ര കിട്ടും 50 ഡിഗ്രി സെൽഷ്യസ്. കാൽക്കുലേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു എം എസ് ഡെൽറ്റ ടി. എം എത്രയാണ് 300, എസ് എത്രയാണ് 0.092, ഡെൽറ്റ ടി എത്രയാണ് 50. ശരിയല്ലേ. ഇപ്പോൾ 0.092 ആണല്ലേ. പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്. അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ 2 സീറോയുണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3 ഇൻറ്റു അതായത് 0.092 ഇൻറ്റു 1000 ചെയ്തപ്പോൾ എന്തായി 92 ആയി. ബാക്കി ഇവിടെ 5. ഇത് മനസ്സിലായോ. 0.092നെ മാറ്റി ഈ സീറോയും ഇവിടുത്തെ 2 സീറോയും കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നോക്കിയേ 3 ഇൻറ്റു 5 എത്രയാണ് 15. 15 ഇൻറ്റു 92 ഇൻറ്റു 15 നമുക്ക് ചെയ്യാം. 5 ഇൻറ്റു 2 0 1 ദെൻ 45 പ്ലസ് 1 46 2 9 0 8 13 അല്ലേ. 1380 എന്ന് കിട്ടി. ഇവിടെ മാസ് ഗ്രാമിലാണ് ചെയ്തത് അല്ലേ. സ്വാഭാവികമായിട്ടും നമുക്കിവിടെ കിട്ടിയ എന്താണ് ജൂൾ എന്ന് കിട്ടി. 1380 ജൂൾ. ജൂളല്ല, നമുക്ക് എത്ര കലോറിയിലാണ്. ഓക്കെ, കലോറി 1380 കലോറി. അതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നേക്ക് നോക്കിയേ, എല്ലാം കിലോ കലോറിയിലാണ്. അപ്പോൾ കലോറിയെ നമ്മൾ എന്താക്കി മാറ്റണം, കിലോ കലോറിയിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ 1.38 കിലോ കാലറി. 1.38 കിലോ കാലറി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How much heat is absorbed by a copper ingot welding weighing 400 kg is heated? Weighing 400 kg is heated from 40 degrees Celsius to 72 degrees Celsius for the purpose of forging. Forging ചെയ്യാൻ വേണ്ടി ആണല്ലേ. ഫോർജിങ് ചെയ്യാൻ വേണ്ടി എന്താണ്, ഒരു കോപ്പർ ഇൻഗോട്ട് വെയിങ് 400 ഗ്രാമുള്ള സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഹീറ്റ് കണ്ടുപിടിക്കുക. സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 0.09 ആണ്. നോക്കിയേ, മാസ് 400 ഗ്രാമാണ്. അതിൽ T1 എന്ന് പറയുന്നത് 40 ഡിഗ്രി, T2 എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ആയിട്ട് കിട്ടി. എസ് തന്നിട്ടുണ്ട്. ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ കണ്ടുപിടിക്കേണ്ടത് എം എസ് ഡെൽറ്റ ടി ആണ്. എം എത്രയാണ് 400 കിലോഗ്രാമാണ്. എസ് എത്രയാണ് 0.09 ആണ്. ഡെൽറ്റ ടി എത്രയാണ് 32 ആണ്. ശരിയല്ലേ. ഇവിടെ 0.09 ഇൻറ്റു ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി 9 ആയി. അപ്പോൾ 4 ഇൻറ്റു 9 ഇൻറ്റു 32. 4 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 36. 36 ഇൻറ്റു 32. ഓക്കെ, 36 ഇൻറ്റു 32 12 1 7 18 1 10 അല്ലേ. 1152 1152 ഇത്രയും കിലോ കാലോറിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മാസ് ഇവിടെ എന്തായിരുന്നു, കിലോഗ്രാമിലായിരുന്നു. ഓക്കെ, 1152 ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് കോൾഡ് ഫോർ ദി മെറ്റീരിയൽസ് ദാറ്റ് റെസ്ട്രിക്റ്റ് ഹീറ്റ് ഫ്ലോ ബൈ റേഡിയേഷൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ? അതായത് ഒരു മെറ്റീരിയൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ഫ്ലോ തടയുന്നുണ്ട്, റേഡിയേഷൻ മുഖാന്തരവും കണ്ടക്ഷൻ മുഖാന്തരവും കൺവെക്ഷൻ മുഖാന്തരവും. അത്ര മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇൻസുലേറ്റേഴ്സ്. ശരിയല്ലേ. ദെൻ വിച്ച് വൺ ഈസ് എ ഹീറ്റ് ഇൻസുലേറ്റർ അല്ലേ. ഹീറ്റ് ഇൻസുലേറ്റർ ഇതിൽ തന്നിട്ടുള്ളതിൽ ഹീറ്റ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഏതാണ്? തെർമോക്കോൾ അല്ലേ ഹീറ്റ് ഇൻസുലേറ്റർ. കോപ്പർ കണ്ടക്ട് ചെയ്യും, ബ്രാസ് കണ്ടക്ട് ചെയ്യും, അലൂമിനിയം ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തെർമോക്കോളാണ് ഇവിടുത്തെ ഹീറ്റ് ഇൻസുലേറ്റർ. വിച്ച് വൺ ഹാസ് ദി ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി?
തന്നിട്ടുള്ളതിൽ ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത് ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡ് ഐസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതിലെ ഹയസ്റ്റ് ആയിട്ടുള്ള തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടിയ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്നത് സോളിഡ് ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഹീറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ? തന്നിട്ടുള്ളവയിൽ ഹീറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ അല്ലാത്ത പ്രോപ്പർട്ടി ഏതാണ്? ലോ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. അതെന്താണ് കണ്ടക്ടിവിറ്റി വളരെ കുറവെന്ന് പറയുന്നത്? അത് ശരിയാണ്. കാര്യം അതൊരു ഹീറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. റെസിസ്റ്റൻസ് ടു ഫയറിന് അഗൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്തിരിക്കണം. അതും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ലെസ് മോയ്സ്ചർ അബ്സോർപ്ഷൻ പാടില്ല. അതും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അല്ല. ഓക്കെ, വിച്ച് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? പോളിയുറീത്തീൻ അല്ലേ? പോളിയുറീത്തീൻ ആണെന്ന് എന്തെന്ന് പറയുന്നത് റെഫ്രിജറേറ്റിംഗ് മെറ്റീരിയലിൽ മോസ്റ്റ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഈസ് എ പുവർ ഹീറ്റ് ഇൻസുലേറ്റർ? താഴെ തന്നിട്ടുള്ള പുവർ ആയിട്ടുള്ള ഹീറ്റിംഗ് ഇൻസുലേറ്റർ ഏതാണ്? ഗ്ലാസ് ആണ് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൽ വളരെ പുവർ ആക്ട് ചെയ്യുന്നത് അല്ലേ? ഗ്ലാസ് ആണ് ഒരു പുവർ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. വിച്ച് ഈസ് നോൺ ഫോർ ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് എനി സോളിഡ് മെൽറ്റ് ഇൻ ടു ലിക്വിഡ് അല്ലേ? ഏത് സോളിഡും എന്ത് ചെയ്യാണ്? മെൽറ്റ് ഇൻ ടു ലിക്വിഡ്. ആ വരുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മെൽറ്റിംഗ് പോയിന്റ് അല്ലേ? മെൽറ്റിംഗ് പോയിന്റ് ഈസ് നോൺ ഫോർ ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് എനി സോളിഡ് മെൽറ്റ് ഇൻ ടു ലിക്വിഡ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെൽറ്റിംഗ് പോയിന്റ്. വാട്ട് ഈസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഏതാണ്? 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ട് ഈസ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം? അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 2519 ഡിഗ്രി സെൽഷ്യസ് ആണ്. അലൂമിനിയത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2519 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ട് ഈസ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അല്ലെന്നുണ്ടെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ 373 കെൽവിൻ. ശരിയല്ലേ? ദെൻ വാട്ട് ഈസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മെർക്കുറി? മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? -38.72 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തെന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മെർക്കുറി. ദെൻ വാട്ട് ഈസ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് മെർക്കുറി? അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് മെർക്കുറിയുടെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 357 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -38.72 ഡിഗ്രി സെൽഷ്യസും മെർക്കുറിയുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 357 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ഫോഴ്സ് ഓർ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ? റേഷ്യോ ഓഫ് ദി ഫോഴ്സ് ഓർ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രഷർ ആണല്ലേ? പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത് അല്ലേ? ഒരു യൂണിറ്റ് ഏരിയ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി ഇക്വലൻ്റ് പാസ്കൽ വാല്യൂ ഓഫ് 1 ബാർ? 1 ബാർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? 10⁵ പാസ്കലാണ്. അതായത് 1 ബാറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പാസ്കൽ വാല്യൂ എന്ന് പറയുന്നത് 10⁵ പാസ്കലാണ് എന്തെന്ന് പറയുന്നത് ഒരു ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് പ്രഷർ? SI യൂണിറ്റ് ഓഫ് സിസ്റ്റം ഇൻ്റർനാഷണൽ, പ്രഷറിൻ്റെ സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പാസ്കലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാസ്കലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന മോഡ്യൂൾ 6 2 പാർട്ടായിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് കാണുക. ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ ചെയ്ത് നോക്കുക. മാത്രവുമല്ല നമ്മൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിൻ്റെ ഒരു 3 പാർട്ടായിട്ട് നമ്മൾ ഒരു 3-4 പാർട്ടായിട്ട് നമ്മൾ കുറച്ച് ക്ലാസ്സുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് കാണുക.